നമസ്കാരം. ഞാൻ ഡോക്ടർ ഫിർദൗസ് ഇക്ബാൽ ചങ്ങമ്പള്ളി. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കുട്ടികളിലെ ഒരു ജന്മവൈകല്യമായ സെറിബ്രൽ പാൾസി എന്ന അവസ്ഥയെക്കുറിച്ചാണ്. സെറിബ്രൽ പാൾസി എന്നാൽ ഒരു സെറ്റ് ഓഫ് ന്യൂറോളജിക്കൽ ഡിസീസാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു കൂട്ടം രോഗങ്ങളെയാണ് ഈ സെറിബ്രൽ പാൾസി എന്ന ഹെഡിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് പ്രധാനമായിട്ടും പല കാരണങ്ങളെ കൊണ്ട് വരാം. അതിൽ പ്രധാനമായിട്ടുള്ള കാരണം ജന്മനായുള്ള ലഭിക്കുന്ന ചില കോംപ്ലിക്കേഷൻസ് ആണ്. അത് പ്രഗ്നൻസി ടൈമിലുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻ കൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ പ്രസവ സമയത്ത് ചില സമയത്ത് പ്രസവം മീൻസ് ഡിലേഡ് ലേബർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രസവത്തിൻ്റെ സമയത്ത് വരുന്ന സമയത്ത് വരുന്ന കോംപ്ലിക്കേഷൻ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഓക്സിജൻ്റെ കുറവ് വരുന്നത് കൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ പ്രസവശേഷം വരുന്ന ഏതെങ്കിലും മേജർ ഇൻഫെക്ഷൻസോ അതല്ലെങ്കിൽ ട്രോമ എന്ന് പറയുമ്പോൾ വീഴ്ച അതല്ലെങ്കിൽ ആക്സിഡൻറ്റ് അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണ്. അതെന്ന് വെച്ചാൽ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ജാതമാത്ര എന്ന് ആയുർവേദത്തിൽ പറയുന്ന അതല്ലെങ്കിൽ നിയോനാറ്റൽ സ്റ്റേജ് എന്ന് പറയുന്ന ആ സമയത്തൊക്കെ വരുന്ന ഏതെങ്കിലും ട്രോമ കൊണ്ട് വരുന്നതാണ് ഈ ഒരു അവസ്ഥ. ആയുർവേദത്തിൽ ഇതിനെ മേജറായിട്ട് ഇതിനുള്ള കാരണമായിട്ട് പറയുന്നത് ബ്രെയിൻ സെല്ലുകളിലേക്ക് ഓക്സിജൻ എത്താതിരിക്കുന്നതും അതുമൂലം ബ്രെയിനിൽ വരുന്ന ചില തകരാറുകളുമായിട്ടാണ് ഈ രോഗനിർണയം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത് ഒരുപാട് തരം ക്ലാസിഫിക്കേഷൻസിൽ വരുന്നുണ്ട്. അത് കുട്ടികളുടെ വൈകല്യങ്ങൾ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് നടക്കാൻ പറ്റാത്തത്, അതല്ലെങ്കിൽ സംസാരശേഷിക്ക് കുറവ്, അതല്ലെങ്കിൽ നടക്കുമ്പോൾ വീഴുന്നത്, ബോണിനുള്ള ഡിഫോമിറ്റി, ഇങ്ങനെയൊക്കെയാണ് ആയുർവേദത്തിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിന് കുബ്ജത്വം, പങ്കു എന്നൊക്കെയുള്ള പല സാൻസ്ക്രിറ്റ് ടേംസ് ഉണ്ട്. അതിലേക്ക് നമ്മൾ അത്ര പോകുന്നില്ല. ഞാനത് പറയാൻ കാരണം ഇങ്ങനെ ഒരു ഡിസീസ് വളരെ വ്യക്തമായിട്ട് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അത്രയും പറഞ്ഞത്. നമ്മൾ സാധാരണ ഒരു ക്ലാസിഫിക്കേഷനിൽ നോക്കുമ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഇതിലുണ്ടാവുന്നത് ഒന്ന് മസിൽസിന് അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ്നെസ് എന്ന് വെച്ചാൽ മസ്കുലാർ സ്പാസം എന്ന് വെച്ചാൽ റിജിഡിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കരമായിട്ട് മസിൽ ടൈറ്റായിട്ട് നിൽക്കുക, കാലോ കയ്യോ നിവർത്താൻ വയ്യാത്ത വിധം അവിടെ എന്തോ ഒരു തടസ്സമുള്ളത് പോലെ ഇരിക്കും. അതുപോലെ വിരലുകൾക്കോ അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് നടുഭാഗത്തായിരിക്കും ഉണ്ടാവുക, മീൻസ് പെൽവിക് ഏരിയയിലായിരിക്കും. കുറേ പേർക്കൊക്കെ കൂടുതൽ പേർക്കും കാലിൽ അതുപോലെ ആംഗിൾ ജോയിൻറ്റിൽ എല്ലാം ഉണ്ടാവാം. കൈക്ക് ഉണ്ടാവാം, കൈയും കാലും മെലിഞ്ഞു വരുന്നൊരവസ്ഥ ഇതെല്ലാം കാണാം. പിന്നെ അതല്ലെങ്കിൽ പിന്നെ ചില കുട്ടികൾക്ക് ഉണ്ടാവില്ല സ്കോളിയോസിസ് അല്ലെങ്കിൽ ലോർഡോസിസ് എന്നൊക്കെ പറയുന്ന ബോൺ ഡിഫോമിറ്റീസ് ആയിരിക്കും. നട്ടല് മുന്നോട്ട് വളഞ്ഞോ പിന്നോട്ട് വളഞ്ഞോ ഒക്കെ ഇരിക്കുന്നത് കാരണം കുട്ടികൾക്ക് നടക്കാനോ അത് അവരുടെ ശരിയായ പ്രവർത്തനങ്ങൾ ദൈനംദിന ജീവിത കാര്യങ്ങൾ ചെയ്യാനോ കഴിയാത്ത ഒരവസ്ഥാവിശിഷ്ടത്തിലേക്ക് ഇത് കൊണ്ടുപോകും. ചില കുട്ടികൾക്ക് റെസ്പിറേറ്ററി മസിൽസിലുള്ള സ്പാസം കാരണം ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടും ആയിട്ട് കാണാം. പലപ്പോഴും ഇത് ആസ്മയാണെന്ന് ചില പാരൻസൊക്കെ തെറ്റിദ്ധരിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവരാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികൾ എപ്പോഴും ഫിസിയോതെറാപ്പിക്കായിരിക്കും അവർ കൊണ്ടു നടക്കുന്നത്. അതിനിടയിലായിരിക്കും ഇത് ആസ്മയാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ ആസ്മയ്ക്കുള്ള മരുന്ന് കൊടുക്കുകയും കുട്ടിയുടെ ബുദ്ധിമുട്ട് ചുമയും മുതലായ ബുദ്ധിമുട്ടുകൾ ഏതെങ്കിലും ഇൻഫെക്ഷൻ്റെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിക്കാറുമുണ്ട്. ആക്ച്വലി അത് അങ്ങനെയല്ല. അത് റെസ്പിറേറ്ററി മസിൽസിന് വരുന്ന സ്പാസം കൊണ്ടും പിന്നെ ചിലപ്പോൾ ബ്രെയിനിലുള്ള റെസ്പിറേഷനെ നിയന്ത്രിക്കുന്ന ഭാഗത്തുള്ള തകരാറുകൾ കൊണ്ടും ആയിരിക്കാം ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. ഇത്തരം കുട്ടികളിൽ ചിലർക്കെങ്കിലും അടിക്കടി ചുമയും പനിയും കൂടെ വരുന്നതും സാധാരണയാണ്. ഇതിനുള്ള കാരണവും പലപ്പോഴും തെറ്റായ രീതിയിൽ കൊടുക്കുന്ന ചികിത്സകളായിരിക്കാം. ഇവിടെ നമ്മുടെ ക്ലിനിക്കിൽ ഒരുപാട് കുട്ടികൾ ഇത്തരം പ്രോബ്ലംസ് ഉള്ളവർ വരാറുണ്ട്. നല്ലൊരു ശതമാനം കുട്ടികളെയും വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയാറുണ്ട്. കൂടുതൽ ആളുകളും ഫിസിയോതെറാപ്പിനെയാണ് ഡിപ്പെൻഡ് ചെയ്യൽ. ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സാധാരണ ഒരു റെസ്ട്രിക്റ്റഡ് ടൈപ്പിൽ ശാസ്ത്രീയമായിട്ടുള്ള എക്സസൈസുകളാണ് അതിൽ കൊടുക്കുന്നത്. നമ്മൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റിലാവുമ്പോൾ ഇതിനോടൊപ്പം എണ്ണ, ഓയിൽ, പലതരത്തിലുള്ള ഇതിന് ഓരോ ഏത് ഏരിയയ്ക്കാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉള്ളതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള
പല ട്രീറ്റ്മെൻറ്റുകളായിട്ടാണ് കൊടുക്കൽ. അതിനുള്ള ആ ഏരിയയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഓയിലുകൾ പ്രിപ്പയർ ചെയ്ത് അതുകൊണ്ടുള്ള ഓയിൽ മസാജ് എന്ന് പറയുമ്പോൾ അതൊരു എക്സ്റ്റേണൽ ട്രീറ്റ്മെൻ്റ് ആണെന്നാണ് പലരും വിചാരിക്കുന്നത്. ആക്ച്വലി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതൊരു എക്സ്റ്റേണൽ മാത്രമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിലും എങ്ങനെയാണ് നമ്മളുടെ ബോഡി അത് അബ്സോർബ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന ഓയിൽ ബോഡിയിൽ കുഞ്ഞുങ്ങളാകുമ്പോൾ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രിപ്പയർ ചെയ്ത ഓയിലായിരിക്കും. ഈ ഓയിൽ ഇട്ട് കഴിയുമ്പോൾ അത് രോമകൂപങ്ങൾ വഴി വളരെ നേരത്തെ ഒരു ലെവലിൽ ഡെർമിസിലേക്കും എപ്പിഡെർമിസ് ഒക്കെ പറഞ്ഞാൽ സ്കിന്നിൻ്റെ ലെയേഴ്സിലേക്ക് അബ്സോർബ് ചെയ്യും. അതേപോലെ സ്കിന്നെന്ന് പറഞ്ഞാൽ ലാർജ് ഏരിയ ആയതുകൊണ്ട് ഈ കിട്ടുന്ന കുറഞ്ഞ അബ്സോർപ്ഷൻ പോലും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ഏരിയ കൂടുതലുണ്ടല്ലോ ലാർജ് ഏരിയയിൽ ഇത് ഇടുമ്പോൾ ഇത് മെല്ലെ ബ്ലഡ് സർക്കുലേഷനിൽ എത്തുകയും അതുവഴി നമ്മൾ സാധാരണ ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നിൻ്റെ എഫക്റ്റ് പോലെ തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്ത് പോവുകയും ചെയ്യും. ഇതുകൊണ്ട് തന്നെ മസിൽ സ്പാസം കുറക്കുന്നതിനും റിജിഡിറ്റി കുറക്കുന്നതിനും മൂവ്മെൻറ്റ്സ് കറക്റ്റ് ചെയ്യുന്നതിനും ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. അതുകൂടാതെ ശിരോധാര, നസ്യം, ബസ്തി മുതലായ മറ്റ് ചികിത്സകളും നമ്മൾ കൊടുക്കാറുണ്ട്. ഈ കൊടുക്കുന്നതിനെല്ലാം നമുക്ക് വളരെയധികം എഫക്ട്സ് കിട്ടുന്നുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് തന്നെ എൻ്റെ ഫാദർ ഉള്ള കാലം തൊട്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് കാണുന്നതാണ്. അത്തരം കുട്ടികൾ ഈ ചികിത്സകൾ ചെയ്യാത്ത കുട്ടികളെക്കാളും വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസാണ് പിന്നീട് കാഴ്ചവെക്കുന്നത്. കൂടുതലായിട്ടും സെർബ്രൽ പാൾസി ഉള്ള കുട്ടികൾക്ക് മോട്ടോർ എഫക്ട്സ് ആയിരിക്കും കൂടുതൽ, മീൻസ് മസിൽസിനെയും ബോണിനെയൊക്കെ ബാധിക്കാനാണ് കൂടുതൽ കാണാറുള്ളത്. എന്നാലും ബുദ്ധിപരമായ വളർച്ചക്കുറവും ഇവരിൽ കാണാറുണ്ട്. പക്ഷെ ചില കുട്ടികൾ ഇങ്ങനെയുള്ള തകരാറുകൾ ഉണ്ടെങ്കിലും ബാക്കിയുള്ള ഫാക്കൽറ്റി വലിയ കുഴപ്പമില്ലാതെ കാണാറുണ്ട്. അത്തരം കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ സംസാരം കൂടുതൽ ഇമ്പ്രൂവ് ആവാനും ബ്രെയിൻ ഫങ്ഷൻസ് ഇമ്പ്രൂവ് ആവാനും അതുപോലെ തന്നെ ഇത്തരം കുട്ടികളിൽ വളരെയധികം അവർ ഡിപ്രസീവ് ആയിരിക്കും. ആ ഡിപ്രഷൻ കുറക്കാനുള്ള ട്രീറ്റ്മെൻറ്റുകളും വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ആയുർവേദം കൊണ്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ എൻ്റെ അനുഭവത്തിലുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ വളരെ മുമ്പ് എൻ്റെ ഫാദറുള്ള കാലത്ത് ഒരു കുട്ടീനെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വന്നതായിരുന്നു. ബോംബെയിലുള്ള ഒരു കുട്ടിയാണ്, മലയാളീസ് അല്ല. ആ കുട്ടീനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സെർബ്രൽ പാൾസിയിൽ ഓർത്തിരിക്കുന്നത്. കാരണം എൻ്റെ കോഴ്സ് കഴിഞ്ഞ സമയത്ത് ഓൾമോസ്റ്റ് ആദ്യത്തെ ആയിട്ടുള്ളൊരു അനുഭവമായിരുന്നു അത്. അന്ന് അവർ വളരെ അവിചാരിതമായാണ് എൻ്റെ ഫാദറിൻ്റെ അടുത്ത് എത്തിപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത് അവരുടെ വിശ്വാസം, അവർ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ വന്നതായത് കാരണം അവരുടെ വിശ്വാസപ്രകാരം ദൈവം എൻ്റെ ഉപ്പാനെ അവർ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി എന്നൊക്കെയുള്ള രീതിയിൽ ഒരു വിശ്വാസം, കുറേ കഥകളൊക്കെ ഉണ്ട്. എനിവേ ഈ കുട്ടീനെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരും, നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്തു. അന്ന് ആ കുട്ടിക്ക് 9 വയസ്സായിരുന്നു പ്രായം. നടക്കാൻ കഴിയില്ലായിരുന്നു. അതിൻ്റെ അമ്മ അതിനെടുത്ത് കൊണ്ടു നടക്കുന്ന ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് ട്രീറ്റ്മെൻറ്റിന് ശേഷം പിന്നെ അവരുടെ ഭാഷയായിട്ടുള്ള മറാഠിയും ഹിന്ദിയും ഇംഗ്ലീഷും അനായാസം സംസാരിക്കുന്ന ഒരു രീതിയിലേക്കാണ് പിന്നീട് വന്നത്. ആ കുട്ടി ഇന്ന് ഒരു എൻജിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണ്. നല്ല രീതിയിൽ ഒരുപാട് ക്ലാസ്സുകൾ പോയിട്ടുണ്ട്, ഇടയിലൊക്കെ മിസ്സായിട്ട്. എന്നാലും ഒരു എൻജിനീയറിംഗ് കോളേജ് വരെ എത്തിക്കാൻ ഇത്തരം ചികിത്സകളെ കൊണ്ട് കഴിഞ്ഞു. പിന്നെ കൂടാതെ ഇത്രയധികം ലാംഗ്വേജ് സംസാരിക്കാനും പിന്നെ കുട്ടിയുടെ ബുദ്ധിപരമായിട്ട് നല്ല കഴിവുള്ള കുട്ടിയാണ്. അപ്പോൾ ഇത് എല്ലാ ഇത്തരം ട്രീറ്റ്മെൻറ്റ് കൊണ്ടാണ് കഴിഞ്ഞത്. ഇതുപോലെയുള്ള ഒരുപാട് കുട്ടികളെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. കാരണം സാധാരണയായിട്ട് ഞാൻ പലപ്പോഴും ഇങ്ങനെ ഇത്തരം ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിയാതെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച പോലെ കാണാറുണ്ട്. വളരെ സങ്കടം തോന്നാറുണ്ട്. കുഞ്ഞുങ്ങളുടെ കാര്യം ആയതുകൊണ്ട് ഇത്തരം കുട്ടികളെ എവിടെ വെച്ച് കണ്ടാലും ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ഞാൻ അവരെ പറഞ്ഞു കൊടുക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരു ചികിത്സ രക്ഷയായിട്ടുണ്ട്. അതുകൊണ്ട് സെർബ്രൽ പാൾസി അല്ലെങ്കിൽ CP എന്നറിയപ്പെടുന്ന ഈ രോഗമുള്ള കുട്ടികളും അവരുടെ അമ്മമാരും ആയുർവേദത്തിൽ ഇങ്ങനെ ഓഫുള്ളായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. നന്ദി, നമസ്കാരം.